വിശുദ്ധ രാജാക്കന്മാരുടെ നാട് എന്ന് ഖ്യാതി കേട്ട നാട് പിറവം. രാജാക്കന്മാരുടെ പള്ളികളാലും പാഴൂർ ക്ഷേത്രത്താലും പാഴൂർ പടിപ്പുരയാലും കൂടുതൽ ശ്രദ്ധയാകർഷിച്ച മനോഹരമായ നാട്. കഴിഞ്ഞ 10 വർഷങ്ങളായി പിറവം മാറ്റങ്ങളുടെ ഒരു വിപ്ലവ പരമ്പര തന്നെ അരങ്ങേറുന്നു. ഉണർവിന്റെ ഈ മാറ്റം തനിയെ ഉണ്ടായതല്ല. അതിന് ചുക്കാൻ പിടിക്കുവാനും അഹോരാത്രം അതിനായി പ്രവർത്തിക്കുവാനും മുൻപിലൊരാൾ വേണം. ആ ആളിലേക്കാണ് മാറ്റത്തിന്റെ ചൂണ്ടുവിരൽ നിൽക്കുന്നത്. സാബു കെ ജേക്കബ്. ഒരു ജനപ്രതിനിധി എന്താവണമെന്ന ചോദ്യത്തിന് പിറവം നൽകുന്ന ഒരേയൊരു ഉത്തരമേയുള്ളൂ: സാബു ജേക്കബ്, അഥവാ എല്ലാവരുടെയും സാബു ചേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പിറവം നഗരസഭാ ചെയർമാൻ സാബു കെ ജേക്കബ്. പിറവത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പിറവത്തിന്റെ അവസാനത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ആദ്യത്തെ നഗരസഭാ ചെയർമാനുമാകാൻ കഴിഞ്ഞതിൽ ആദ്യമായി ഞാൻ ഈശ്വരന് നന്ദി പറയുന്നു. പിറവത്തെ 2010 മുതൽ 2020 വരെ 10 വർഷക്കാലം പിറവത്തെ നയിക്കുവാനുള്ള ഭാഗ്യം ഈശ്വരാനുഗ്രഹത്താൽ എനിക്ക് ലഭിച്ചു. 2010 ഞാൻ പിറവം പഞ്ചായത്ത് പ്രസിഡന്റായി ചാർജ് എടുക്കുമ്പോൾ പിറവത്തിന് ഒരുപാട് വികസനങ്ങൾ ആവശ്യമാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമായിരുന്നു. പിറവത്തെ സംബന്ധിച്ച് പിറവം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പിറവം പഞ്ചായത്തിന് സ്വന്തമായ ഒരു കെട്ടിടമില്ലായിരുന്നു എന്നുള്ളതാണ്. ബഹുമാനായ TM ജേക്കബ് അന്നത്തെ മന്ത്രി പങ്കെടുക്കുന്ന ഒരു യോഗത്തിലാണ് ഇങ്ങനെ ഈ ടൗൺ ഹാൾ പൊളിച്ച് പണിത് പിറവത്ത് പഞ്ചായത്ത് ഒരു കെട്ടിടം ആവശ്യമാണ് എന്നുള്ള കാര്യം ബഹുമാനായ ശ്രീ TM ജേക്കബിനെ ഞാൻ വേദിയിൽ വെച്ചാണ് അറിയിക്കുന്നത്. സബർമൻ മാൾ 2011 സപ്ലൈകോ മിനിസ്റ്റർ കൂടിയായ ബഹുമാനപ്പെട്ട TM ജേക്കബ് സപ്ലൈകോയുമായി ചേർന്ന് ഈ ആശയം തുടക്കം കുറിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ വേർപാടിന് ശേഷം അനൂപ് ജേക്കബിന്റെ സഹായത്തോടെ 2020 ഈ സമുച്ചയം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുവാൻ കഴിഞ്ഞു. പിറവം പുഴയോട് ചേർന്ന് അതിമനോഹരമായ സമുച്ചയം പിറവത്തിന്റെ തിലകക്കുറിയായി അഭിമാനപൂർവ്വം നിൽക്കുന്നു. ISO 9002 ഓഫീസുകളും ടൗൺ ഹാളും സപ്ലൈകോയും വിശാലമായ പാർക്കിംഗും മാളിനെ മികവുറ്റതാക്കുന്നു. നഗരസഭയെ സംബന്ധിച്ച് ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപയോളം മുടക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ പിറവത്ത് സ്വന്തമായി നഗരസഭയ്ക്ക് ഒരു ഓഫീസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു, ഒരു കെട്ടിടം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായി ഞാൻ കാണുകയാണ്. പിന്നീട് നമുക്കറിയാം, നമ്മുടെ പിറവം നഗരസഭയായതിനു ശേഷം 2015 നവംബർ മുതൽ ഉണ്ടായിട്ടുള്ള വലിയൊരു വികസനം, അത് നഗരസഭയുടെ സംസ്ഥാന തലത്തിൽ നഗരസഭാ ചേംബറിന്റെ സെക്രട്ടറി ആക്കാൻ സാധിച്ചപ്പോൾ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗങ്ങളടക്കമുള്ള യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുകയും ഒരുപാട് പദ്ധതികൾ പിറവത്ത് കൊണ്ടുവരുവാനായിട്ട് കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നഗരസഭാ ഓഫീസ് അനക്സ് എന്ന് പറയുന്നൊരു കെട്ടിടം പാഴൂർ കോട്ടപ്പുറത്ത് 3 കോടി രൂപ ചെലവിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഷെൽട്ടർ ഹോം കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പദ്ധതിയായ പകൽ വീടടക്കമുള്ളത് തുടങ്ങുവാൻ കഴിയുന്ന 13ാം ഡിവിഷനിൽ പാറയിൽ പള്ളിക്കൂടത്തിൽ, പഴയ പഞ്ചായത്തിന്റെ കെട്ടിടമായിരുന്ന പാറയിൽ പള്ളിക്കൂടത്തിൽ അതിമനോഹരമായ പകൽ വീട് എന്ന കൺസെപ്റ്റോടുകൂടി ഷെൽട്ടർ ഹോം അതിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനും 3 കോടി രൂപ നമുക്ക് ലഭിക്കുകയുണ്ടായി. ആരോഗ്യമേഖലയിൽ ഒരുപാട് ശക്തി പകരുന്ന മാറ്റങ്ങളാണ് ആതുര സേവന രംഗത്ത് കഴിഞ്ഞ 10 വർഷം പിറവം ജനത കണ്ടതും ഏറ്റുവാങ്ങുന്നതും. താലൂക്ക് ആശുപത്രിയുടെ നവീകരണത്തോടൊപ്പം അത്യാധുനിക സജ്ജീകരണങ്ങളോടെ മെഷീനുകൾ ഉപയോഗപ്പെടുത്തി ഡയാലിസിസ് സെന്ററുകൾ പ്രവർത്തിച്ചു പോരുന്നു. ഏറെ വിഷമം അനുഭവിക്കുന്ന രോഗികൾക്ക് ഒട്ടേറെ ആശ്വാസം പകരുന്നതാണ് ഈ പദ്ധതി. കൂടാതെ 1 കോടി രൂപയോളം ചിലവാക്കി ഒരു ഐ ഓപ്പറേഷൻ തിയേറ്റർ അടക്കം താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കുകയുണ്ടായി. സ്വദേശത്തും വിദേശത്തും ഒട്ടേറെ പ്രശംസ പിടിച്ചുപറ്റിയ പാലച്ചോട് പിറവം ആയുർവേദ ആശുപത്രി മാറ്റങ്ങളുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനം നേടുന്നു. ഏകദേശം 7ഓളം പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം മൈനർ OT ഓപ്പറേഷനും സജ്ജമാണിവിടം.
വാടക കെട്ടിടത്തെ ആശ്രയിച്ചു പോന്നിരുന്ന കളമ്പൂർ ഹോമിയോ ആശുപത്രി ഇന്ന് നഗരസഭയുടെ കീഴിൽ MLA ഫണ്ട് ഫലപ്രദമായി ഉപയോഗിച്ച് ഫാദർ സൈമൺ ചെച്ചിക്കാട്ടിന്റെ നേതൃത്വത്തിൽ നൽകിയ സ്ഥലത്ത് സ്വയം പര്യാപ്തത നേടിയത് അഭിമാനാർഹമാണ്. പഞ്ചായത്തായിരുന്ന കാലഘട്ടം മുതൽ താലൂക്കിനും അതേപോലെ തന്നെ നമുക്ക് DYSP ഓഫീസും ഒക്കെ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ആശയമാണ്. അപ്പോൾ ഒരു DYSP ഓഫീസ് പിറവത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ 2016 നഗരസഭയായി മാറിയതിനു ശേഷം അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു നിവേദനം നൽകുകയും ആ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. ഇന്ന് അതേ ഫയൽ നമ്പറിൽ ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആ മന്ത്രിസഭ ഇതിന് അനുമതി നൽകി പിറവത്ത് ഒരു DYSP ഓഫീസ് കൂടി കടന്നു വരികയാണ്. മാലിന്യ നിർമ്മാർജ്ജനവും സംസ്കരണവും പല പ്രദേശങ്ങളിലും പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമായി വളരുമ്പോൾ പിറവം നാട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്നു. പിറവത്തെ സംബന്ധിച്ച് 2010 ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വരുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മാലിന്യമായിരുന്നു. മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനവും ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. കണ്ണീറ്റുമലയിൽ നഗരസഭയ്ക്കുള്ള അന്നത്തെ പഞ്ചായത്തിനുള്ള സ്ഥലത്ത് മാലിന്യം കുഴിച്ചു മൂടുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് മാറ്റം വരുത്തി തെർമാക്സ് എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്ലാന്റ് പിറവത്ത് സ്ഥാപിക്കാനും ഏകദേശം 1 കോടി രൂപയോളം മുടക്കി സ്ഥാപിക്കുവാനും അതിലൂടെ പിറവം പ്രദേശത്തുണ്ടാകുന്ന പിറവം ടൗൺ അടക്കമുള്ള പ്രദേശങ്ങളിലുണ്ടാകുന്ന മാലിന്യം ദിവസവും കളക്ട് ചെയ്ത് അത് സംസ്കരിക്കുന്ന രീതിയിലേക്ക് ഏകദേശം 1 ടൺ മാലിന്യം സംസ്കരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പദ്ധതി ആരംഭിക്കാൻ കഴിഞ്ഞതിലൂടെയാണ് പിറവത്തിന്റെ മാലിന്യമുക്ത പിറവം എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് തുടക്കം കുറിക്കാനായിട്ട് കഴിഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഹരിത നഗരമായി പിറവത്തെയും പ്രഖ്യാപിച്ചു. ഹരിത നഗരമായി പിറവം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആത്മാർത്ഥമായി പിറവം നിവാസികളും പിറവത്തൂടെ കടന്നു പോകുന്നവർക്കും കാണാൻ കഴിയും എത്ര മനോഹരമായി പിറവം മാലിന്യം കൂട്ടിയിടാത്ത ഒരു സ്ഥലമായി, ഒരു പട്ടണമായി, ഒരു നഗരമായി പിറവത്തെ മാറ്റുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചിൻ റിഫൈനറി BPCL കൊച്ചിൻ റിഫൈനറിയിൽ നിന്ന് അനുവദിച്ച 60 ലക്ഷം രൂപ ഉപയോഗിച്ച് പിന്നീട് നഗരസഭയുടെ പഞ്ചായത്തിന്റെ പണം കൂടി ഉപയോഗിച്ച് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു ക്രമറ്റോറിയം, ഗ്യാസ് ക്രമറ്റോറിയം 8 ഗ്യാസ് കുറ്റികൾ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗ്യാസ് ക്രമറ്റോറിയം നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു. അതിലൂടെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ഹൈന്ദവരായിട്ടുള്ള ആളുകളുടെ ബോഡി നമുക്ക് സംസ്കരിക്കുവാനുമായിട്ട് കഴിഞ്ഞു. ടൂറിസം മേഖലയിൽ ഉയരാൻ കഴിയുമെന്ന ചിന്തകളാണ് പിറവത്തെ മാറ്റത്തിന്റെ മറ്റൊരു മുഖം നൽകിയത്. പ്രകൃതിയെ ഉപദ്രവിക്കാതെ ആവാസ വ്യവസ്ഥയിൽ മാറ്റം വരുത്താതെ തന്നെ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനം നടത്തുവാൻ കഴിഞ്ഞു എന്നതാണ് പിറവത്തെ മനോഹരമായ തൂക്കുപാലങ്ങൾ. 2 പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ആവശ്യകതയോടൊപ്പം കണ്ണുകൾക്ക് മനോഹാരിതയും നൽകുന്നു ഈ പാലങ്ങൾ. അതോടൊപ്പം ഏറ്റവും മനോഹരമായി ഇന്ന് എറണാകുളം ജില്ലയിലുമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങൾ എന്താന്ന് പറയുന്ന മനസ്സിൽ ഏറിയിട്ടുള്ള ഒരു സംഭവമാണ് പാഴൂർ ആറ്റുതീരം പാർക്ക്. അതിന്റെ തുടക്കം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ ബഹുമാനായ എറണാകുളം മുൻ ജില്ലാ കളക്ടറും അതേപോലെ ടൂറിസത്തിന്റെ ഡയറക്ടറുമായിരുന്ന ഷെയ്ഖ് ഫരീദ് സാർ അദ്ദേഹമാണ് ആദ്യത്തെ തുക അനുവദിച്ച് നമ്മുടെ ആറ്റുതീരം പാർക്കിന്റെ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് കഴിഞ്ഞത്. പിന്നീട് ടൂറിസം വകുപ്പുമായി സഹകരിച്ച് നഗരസഭയുമായി സഹകരിച്ച് നേരിട്ട് പോയി ടൂറിസത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പിൽ ശ്രീപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി വേണു സാറിന്റെ മുമ്പിൽ ഞാൻ ഈ പദ്ധതി വീണ്ടും അവതരിപ്പിച്ചപ്പോൾ 1.5 കോടി രൂപയാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചത്. അങ്ങനെ ഏകദേശം 2 കോടി രൂപയോളം മുടക്കി അതിമനോഹരമായ പാർക്ക് ആറ്റുതീരം പാർക്ക്. വിശ്രമവേളകൾ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുവാൻ പ്രഭാത സായന്തന സവാരികൾക്കുതകും വിധം തയ്യാറായിരിക്കുന്നു ആറ്റുതീരം പാർക്ക്. മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പാർക്ക് പിറവം നിവാസികളെയും
മറ്റു ദേശക്കാരെയും ആകർഷിക്കുന്നു. കേരളത്തിൽ 2 ഓപ്പൺ ജിം ആരംഭിക്കുവാൻ തീരുമാനമെടുത്തപ്പോൾ അതിലൊന്ന് ആറ്റുതീരം പാർക്ക് ആകാൻ കഴിഞ്ഞത് നഗരസഭയ്ക്ക് എന്നും അഭിമാനിക്കാം. ആരോഗ്യരംഗത്ത് ഏറെ ഗുണപ്രദമാകുന്ന ഈ പദ്ധതി ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകുന്നു. ആരോഗ്യകരമായ ഒരു തലമുറ നാടിന്റെ പ്രത്യാശയാണ്. എന്നോട് സഹകരിച്ച എല്ലാവരോടും ഉള്ള നന്ദിയും കടപ്പാടും ഈ 10 വർഷം പിന്നിടുമ്പോൾ ഞാൻ ഈ 10 വർഷത്തെ എൻ്റെ പൊതുപ്രവർത്തനത്തിൽ 10 വർഷത്തെ പിറവം തദ്ദേശ സ്ഥാപനത്തിന്റെ അധ്യക്ഷൻ എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞപ്പോൾ ഏറെ സന്തോഷമുണ്ട്. ഒപ്പം എന്നോടൊപ്പം പ്രവർത്തിച്ച ശ്രീ അന്നമ്മ ടോമി, നഗരസഭയുടെ ഉപാധ്യക്ഷ അന്നമ്മ ടോമി, മറ്റ് പഞ്ചായത്തിലുണ്ടായിരുന്ന അംഗങ്ങൾ, നഗരസഭയിലുണ്ടായിരുന്ന അംഗങ്ങൾ, ഐഷ മാധവ് അടക്കം എല്ലാവരെയും, എന്നോടൊപ്പം വൈസ് ചെയർമാനായും വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ച എല്ലാവരെയും എന്നോട് കാണിച്ച സഹകരണത്തിനും എന്നോട് കാണിച്ച സ്നേഹത്തിനും എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് 10 വർഷത്തെ എൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുമ്പോൾ തികഞ്ഞ ആത്മസംതൃപ്തിയോടെയാണ് ഞാൻ പടിയിറങ്ങുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിറവം ഇനിയും മുന്നേറിയേക്കാം. പക്ഷേ സാബു കെ ജേക്കബ് നേതൃത്വത്തിലുള്ള 10 വർഷത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഒന്ന് സ്മരിക്കാതെ വരും തലമുറയ്ക്ക് മുന്നോട്ടു പോകുവാനാവില്ല എന്ന സത്യം നിലനിൽക്കുമ്പോൾ ഇനിയും പിറവം ജനത ഈ കൈകളിൽ ഭദ്രമെന്ന് കാലം തെളിയിക്കും.